Good morning. Okay, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? അതിനകത്ത് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് അല്ലെ? കമ്പ്യൂട്ടേഴ്സ് ആർ ദ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ദ ഡിജിറ്റൽ ഡേറ്റാസ്. ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ് നടത്തുന്നു അല്ലെ? അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെയുള്ളത്? കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുള്ളത്? ഹാർഡ്വെയർ കമ്പോണന്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ട് അല്ലെ? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണന്റ്സ് that work together to carry out various tasks. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ കമ്പോണന്റ്സും സോഫ്റ്റ്വെയർ കമ്പോണന്റ്സും ഒരുമിച്ച് ചേർന്നിട്ടാണ് അവിടുത്തെ പല കമ്പ്യൂട്ടറിലെ പലതരത്തിലുള്ള ടാസ്കുകൾ അല്ലെ, പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ദ ഫണ്ടമെന്റൽ കമ്പോണന്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ കമ്പോണന്റ്സ് എന്ന് പറയുന്നത്? ദ ഫണ്ടമെന്റൽ കമ്പോണന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാ? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ അത്. ഫണ്ടമെന്റൽ കമ്പോണന്റ്സ് ഏതൊക്കെയാണ്? CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകള്, സ്റ്റോറേജ് ഡിവൈസസ്. അത് താഴെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ ഓരോന്നും. Then CPU is said that the brain of the computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? CPU. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. CPU is said to be the brain of the computer. CPU എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU, Central Processing Unit, CPU. CPU is said to be the brain of the computer. Then responsible for carrying out instructions and performing calculations. എന്താ CPU ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണെന്ന് പറഞ്ഞു അല്ലെ CPU. അതിനുള്ള ഉത്തരവാദിത്വം എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻ. എന്ത് ചെയ്യുന്നു? ക്യാരി ഔട്ട്, നടപ്പിലാക്കുന്നു. ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങള്, അതുപോലെ കാൽക്കുലേഷൻസ്, ഇതൊക്കെ പെർഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നു അല്ലെ, നടപ്പിലാക്കുന്നു. ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുന്നു ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്, കാൽക്കുലേഷൻസ് ഒക്കെ നിർവഹിക്കുന്നത് ഈ CPU ആണ്. അതുകൊണ്ടാണ് CPU-നെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി പിന്നെ അടുത്തത് ഏതൊക്കെയാ? മെമ്മറി. മെമ്മറി എന്താ ചെയ്യുന്നത്? സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. കാൽക്കുലേഷൻസ് നടത്തുന്നു. എന്താണ്? ഡേറ്റ, ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ഡേറ്റാസ്, ഇൻസ്ട്രക്ഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാ? പേര് തന്നെ അറിയാം, മെമ്മറി. സംഭരിച്ചു വെക്കുകയാണ് അവിടെ അല്ലെ, മെമ്മറി. Then memory stores data in the instruction that the CPU requires to access quickly. ഇനി എന്തിനാ മെമ്മറി അങ്ങനെ സ്റ്റോർ ചെയ്യുന്നേ? CPU-ന് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ഈ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ഇതൊക്കെ CPU-ന് വേഗത്തില് സ്വീകാര്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനാണ് ഈ മെമ്മറി ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. എന്തിനാ? CPU-ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഡേറ്റാസും ഇൻസ്ട്രക്ഷനും മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു. എന്തിനാ? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാ? CPU-ന് വേഗത്തിൽ അക്സസ് ചെയ്യാം കേട്ടോ. CPU-ന് വേഗത്തിൽ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ഡേറ്റാസും ഇൻസ്ട്രക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. Then input or output devices make the user able to interact with the computer. Input output devices എന്താ ചെയ്യുന്നേ? Make the user able to interact with the computer. കമ്പ്യൂട്ടറുമായിട്ട് യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. അകത്തേക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ.
അത് ചോദിക്കാറുണ്ട്. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ നേരെ പറയണ പോലെ, നമ്മൾ തമ്മിൽ വർത്തമാനം പറയുന്ന പോലെ കമ്പ്യൂട്ടറിനോട് പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ സ്വീകരിക്കോ? ഇല്ല അല്ലെ, ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? ഇൻപുട്ട് ഡിവൈസ് വഴി അല്ലെ. കമ്പ്യൂട്ടറിന് നമ്മുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ് വഴി. ഇനി കമ്പ്യൂട്ടർ ആ ഇൻഫർമേഷൻ നമുക്ക് തിരിച്ച് നമ്മൾ എന്താണോ നമ്മൾ ആവശ്യപ്പെട്ടത് അതിന്റെ റിസൾട്ട് തരുന്നത് ഔട്ട്പുട്ട് ഡിവൈസിൽ കൂടെ. അതാണ് ഇന്ററാക്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ഏത്? ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസ് ഏതാ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീബോർഡ്, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാനല്ലേ. മൗസ്, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി തിരിച്ച് കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന മോണിറ്റർ അല്ലെ. മോണിറ്ററിൽ കൂടെ നമുക്ക് അത് കാണാൻ പറ്റും. പ്രിന്റർ, ഇതൊക്കെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഓക്കെ, വെരി ഗുഡ്. കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് ഇൻഫർമേഷൻ തരുന്നതാണ് കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തതാണ് സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് ഡിവൈസസ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഫോർ ലോങ് ടേം യൂസ്. ദീർഘകാലത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റോറേജ് ഡിവൈസസ് എന്ത് ചെയ്യുന്നു? ഡേറ്റ, പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടേം യൂസ്. ദീർഘകാല ഉപയോഗത്തിനായിട്ട് സ്റ്റോറേജ് ഡിവൈസസുകൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ, പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് അലൗ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. കമ്പ്യൂട്ടറിലെ പല ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ്, അത് രണ്ടും സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ. ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും താഴെയുണ്ട്, നമുക്കത് നോക്കാൻ നേരം. ഓക്കെ, നമ്മള് ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് അതാണ് ഈ കമ്പ്യൂട്ടറിലെ പല തരത്തിലുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്നത് ആരാണ്? സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് അലൗ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. സ്പെസിഫിക് ടാസ്കുകൾ അലോ ചെയ്യാൻ കമ്പ്യൂട്ടറിന് സഹായിക്കുന്നതാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് അലൗ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ അപ്പൊ അതിനകത്തുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ, നമ്മൾ നോട്ട് ചെയ്താൽ അതിനൊക്കെ ഡാഷ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ആ പിക്ചർ ഒന്ന് നോക്കി, അവിടെ കണ്ടോ? കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങള്. അപ്പൊ അതിനകത്ത് പാർട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം കേട്ടോ. ഓരോ പാർട്സും മനസ്സിലാക്കി വെക്കാം. നോക്കിയേ, ഫസ്റ്റ് മോണിറ്റർ. മോണിറ്റർ അറിയാലോ അല്ലെ? നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു ഏതാണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ. കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ അതിന് റിപ്ലൈ തരുന്നത് നമുക്ക് കാണിച്ചു തരികയാണ് മോണിറ്റർ. ആ സ്ക്രീനാണ് മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെ. കമ്പ്യൂട്ടർ സ്ക്രീൻ ആണ് മോണിറ്റർ. അടുത്തതാണ് മൗസ് എന്ന് പറയുന്നത്. മൗസ് ഏതാ? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? മൗസ് എന്ന് പറയുന്നത് ഏത് ഡിവൈസാ? ഇൻപുട്ട് അല്ലെ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് മൗസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്ത് നോക്കിയേ, പ്രിന്റർ. പ്രിന്റർ എന്താ? പ്രിന്റർ ഔട്ട്പുട്ട് അല്ലെ. ഔട്ട്പുട്ട് ആണ്, നമുക്ക് ഇങ്ങോട്ടേക്ക് തരികയാണ് അല്ലെ. പ്രിന്റർ ഫോമില് നമുക്ക് നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ തരുന്ന ആ റിസൾട്ട് നമുക്ക് പ്രിന്റർ ഫോമിൽ കിട്ടും. ഇനി അടുത്താണ് സ്പീക്കർ. സ്പീക്കർ എന്താ? നമുക്ക് ലൗഡ് സൗണ്ട് കേൾക്കാനായിട്ട് അല്ലെ, സൗണ്ട് ഇതായിട്ട് നമുക്ക് തരുന്നതാണ് സ്പീക്കർ. പിന്നെ അടുത്താണ് പവർ സപ്ലൈ. പവർ സപ്ലൈ, കമ്പ്യൂട്ടറിലേക്ക് പവർ കൊടുക്കാനായിട്ട് അല്ലെ, പവർ സപ്ലൈ ഉണ്ട്. അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, ഈ ഒരു നമുക്ക് ഈ അല്ലെങ്കിൽ കറണ്ട് ഒക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇതായി പോകും അല്ലെ, ഒരു ബൂസ്റ്റർ പോലെ.
നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പവർ കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കറണ്ട് പെട്ടെന്ന് പോയാലും നമുക്ക് കമ്പ്യൂട്ടർ അങ്ങനെ തന്നെ നിൽക്കൂലേ. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്താൽ മതി നമുക്ക്. കാരണം ഒരു പവർ കൊടുക്കുന്നതാണ് പവർ സപ്ലൈ. പിന്നെ അടുത്തതാണ് GPU എന്ന് പറയുന്നത്. GPU, ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ഒന്ന് എഴുതി വെച്ചവിടെ. GPU എന്താന്നുള്ളത്? GPU, ഗ്രാഫിക്സ്, GRAPHICS, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് കേട്ടോ അത്. GPU എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ കമ്പോണന്റ് ദാറ്റ് ഡിസൈൻ ടു പെർഫോം ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അറ്റ് ഹൈ സ്പീഡ്. ഹൈ സ്പീഡില് നല്ല സ്പീഡിൽ മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് GPU എന്ന് പറയുന്നത്. ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് GPU എന്ന് പറയുന്നത് കേട്ടോ. GPU അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഗ്രാഫിക് ആണ്. GRAPHICS, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. അടുത്ത നോക്കിയേ, ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് ആണ്. ഫിസിക്കൽ ആയിട്ട് ഉള്ളിൽ നടക്കുന്ന ഒരു ഇതല്ല, ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള ഒരു ഘടകമാണ്. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്താണ് നമുക്ക് CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, മദർ ബോർഡ്, ഇതൊക്കെ നമുക്ക് ഒരു ഹാർഡ്വെയർ ഭാഗമാണെന്ന് പറയാം. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആണ് ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഹാർഡ് ഡിസ്ക് കേട്ടോ. ഹാർഡ് ഡിസ്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? സർക്കുലർ ഡിസ്ക്. ഇത്രേ ഉള്ളൂ. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് സ്റ്റോർ ദ ഡേറ്റ ഓൺ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക്, the device that store the data on a computer. കണ്ടോ ഒരു സർക്കുലർ ആയിട്ട് കണ്ടോ, ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ്. ഹാർഡ് ഡിസ്ക് കണ്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് സർക്കുലർ, ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ആണ്. അത് നോക്കിയാൽ അറിയാം നമുക്ക്. മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള ഇതാണ് അത്. അതിനകത്ത് എന്താ? ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോർ ദ ഡേറ്റ. ഇനി അടുത്തതാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് ഒരു സർക്യൂട്ട് ബോർഡ് ആണ് കേട്ടോ. മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ കണ്ട അതിനകത്ത് കുറെ സർക്യൂട്ടുകള് സാധനങ്ങളൊക്കെ അത് നോക്കിയാൽ അറിയാം. ഒരു സർക്യൂട്ട് ബോർഡാണ്. കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് തന്നെയാണ്. സ്റ്റോർ ഇലക്ട്രിക്കൽ കമ്പോണന്റ് ആൻഡ് ഹെൽപ് ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കമ്പോണന്റ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് സർക്യൂട്ട് ബോർഡാണ്. അതങ്ങനെ ഒന്ന് നോട്ട് ചെയ്തോ വേണമെങ്കിൽ. മദർ ബോർഡ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ്. സർക്യൂട്ട് ബോർഡ്. അടുത്തതാണ് CPU. CPU എന്ന് പറഞ്ഞ പ്രോസസർ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU. അടുത്തതാണ് കമ്പ്യൂട്ടർ കേസ്.
കമ്പ്യൂട്ടർ കേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. സേഫ് ഗാർഡ് ഓൾ ദ കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് കമ്പ്യൂട്ടർ കേസ്. കമ്പ്യൂട്ടർ കേസ്. കമ്പ്യൂട്ടർ കേസ്. അടുത്ത് നോക്കിയേ, കീബോർഡ്. അടുത്തതാണ് ഏത്? കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ്. ഓക്കെ, ഇതാണ് കീബോർഡ്. നമുക്കറിയാലോ ഇൻപുട്ട് ഡിവൈസ് ആണ് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ്. നിങ്ങൾ ആ GPUന്റെ മാത്രം എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിത്തെ കമ്പ്യൂട്ടറിന്റെ പാർട്സിൽ ഉൾപ്പെടുന്നതാണോ അല്ലെങ്കിൽ അല്ലയോ, അപ്പൊ ഏതൊക്കെയാണ് പാർട്സ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ പാർട്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഭാഗവും അങ്ങനെ എടുത്ത് നമുക്കത് പഠിക്കാനുള്ളത് മാത്രം താഴെയുണ്ട് കണ്ടോ. പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വല്ലത് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ബാക്കി നിങ്ങൾ ആ പിക്ചറിന് ഇത്രയും പഠിച്ചു വെക്കുക. ഏത്? പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. GPU, ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്, അതിന്റെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്, കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ? അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ. അവിടെ ചോദിക്കാം, ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? ഹാർഡ്വെയർ ആണ്. മനസ്സിലാക്കുക, രണ്ട് കമ്പോണൻസ്, ഹാർഡ്വെയറും ഉണ്ട് കമ്പ്യൂട്ടറിന്, സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? ഭൗതികമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, അതാണ് ഏത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ഹാർഡ്വെയർ. നോക്കിയേ, ലൈക്ക് ഏതൊക്കെയാന്ന് നോക്കിയേ, ഏത് ബുക്ക് പോലെയുള്ളത് എക്സാമ്പിളുകളാണ് ഹാർഡ്വെയറിന്. CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് ദ മദർ ബോർഡ്. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആണ്. അതിന് കിട്ടിയോ? 2 ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് എന്ന് ചോദിക്കാം, ഹാർഡ്വെയർ. ഇനി ഹാർഡ്വെയറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? പേരുകളും കൂടി അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അടുത്തതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോഗ്രാമുകള്, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതെന്തിനാ? മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. ആ കമ്പ്യൂട്ടറിൽ ടാസ്ക് പെർഫോം ചെയ്യാൻ സാധ്യമാക്കുന്നതിന് കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും, അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Programs and operating system that make the computer able to perform this task. This consists of, ഏതൊക്കെയാണ് സോഫ്റ്റ്വെയറിൽ വരുന്നത് നോക്കിയേ. സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? വിൻഡോ ഇല്ലേ നമ്മുടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആ വിൻഡോ. പിന്നെ മാക് OS, ലിനക്സ്. അത് 3 എണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സോഫ്റ്റ്വെയറുകൾ വിൻഡോസ് ഉണ്ട്, മാക് OS ഉണ്ട്, ലിനക്സ് ഉണ്ട്. LINUX. ഇത് 3ഉം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തണ്ടേ, ടാസ്കുകൾ നടത്തണ്ടേ, അങ്ങനെയുള്ള അതിനകത്തുള്ള പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സോഫ്റ്റ്വെയർ ഭാഗം എന്ന് പറയുന്നത്. അത് വരുന്ന സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് ഉണ്ട്, മാക് OS ഉണ്ട്, ലിനക്സ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ളത് എന്ന് അറിയാൻ പറ്റും. ഓപ്പൺ ചെയ്യുന്നത് വരെ വിൻഡോസ് XP എന്നൊക്കെ പറഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് ആ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ളത്. ഇനി അടുത്തത് നോക്കിയേ, ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വേർഡ് പ്രോസസർ ഉണ്ട്, വെബ് ബ്രൗസേഴ്സ് ഉണ്ട്, ഗെയിംസുകൾ. അത് രണ്ടും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ നോക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 3 എണ്ണ, വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ്. ഇത് രണ്ടും നോക്കി വെക്കണം.
ഇഷ്ടംപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അതായത് അതിൽ നിന്ന് ഒത്തിരി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ചാൻസ് ഉണ്ട്. എക്സാമിന് ഇപ്പൊ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എടുക്കുകയാണെങ്കിൽ 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണല്ലോ ഓരോ ചാപ്റ്ററിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുന്നത്. നമ്മൾ ഒത്തിരി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അടുത്തതാണ് CPU എന്ന് പറയുന്നത്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU എന്തെന്നാ നമ്മൾ പറഞ്ഞത്? എന്താണ്? ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്. ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ് CPU എന്ന് പറയുന്നത്. CPU എന്ന് പറഞ്ഞാൽ ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണത്. ദാറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻ. അത് എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങള് നടപ്പിലാക്കുന്നു. ദാറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ്, പെർഫോം കാൽക്കുലേഷൻ ആൻഡ് കൺട്രോൾ ഡേറ്റ പ്രോസസിംഗ്. എന്ത് ചെയ്യുന്നു? CPU, the brain of the computer that carries out. എന്ത് ചെയ്ത്? നിർദ്ദേശങ്ങള്, കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു, കാൽക്കുലേഷൻസ് നടത്തുന്നു, കൺട്രോൾ ഡേറ്റ പ്രോസസിംഗ്, ഡേറ്റ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് നമ്മൾ എന്താ പറയാ ബ്രെയിൻ എന്ന് പറയാൻ കാര്യം. എല്ലാത്തിനും നമ്മുടെ ബ്രെയിൻ അല്ലേ നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അതുപോലെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളാണ് CPU. അതുകൊണ്ടാണ് CPU-നെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരീസ് ഔട്ട്, നടപ്പിലാക്കുന്നു, ഇൻസ്ട്രക്ഷൻസ്, പെർഫോമിംഗ് കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾ ഡേറ്റ പ്രോസസിംഗ്. ഡേറ്റ പ്രോസസിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അടുത്തതാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി യൂണിറ്റ്. Memory unit. Temporary storage space where the computers store data and instruction that are currently used. Okay, ഈ മെമ്മറി എന്ന് പറയുന്നത് എന്താ? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. Where the computer store the data and the instruction that are currently used. നമുക്കിപ്പോ നിലവില് നമുക്ക് കമ്പ്യൂട്ടറിൽ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി, റാം. മെമ്മറിയിൽ വരുന്ന കേട്ടോ റാം എന്ന് പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി. നമുക്ക് പെട്ടെന്ന് ഡേറ്റാസ് അക്സസ് ചെയ്യാം. അതാണ് റാൻഡം ആക്സസ് മെമ്മറി. പെട്ടെന്ന് നമുക്ക് ഡേറ്റാസ് അക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന, താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ റാം എന്ന് പറയുന്നത്. റാം വോളറ്റൈൽ ആണ്. വോളറ്റൈൽ ആണ്. അതായത് ഡേറ്റ നമ്മൾ പവർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഡേറ്റാസ് അതിൽ നിന്ന് ഡിസപ്പിയർ ആവും. റാൻഡം ആക്സസ് മെമ്മറി. ഇതാണ് ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. ആൻഡ് ക്യാച്ച് മെമ്മറി. ഇപ്പൊ മെമ്മറിയിൽ വരുന്നത് ഏതൊക്കെയാ പറയുന്നത്? റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, ക്യാച്ച് മെമ്മറി ഉണ്ട്. CACH, ക്യാച്ച് മെമ്മറി. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് CPU മെമ്മറി. എഴുതി വെച്ചോ അവിടെ. ഈ ക്യാച്ച് മെമ്മറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CPU മെമ്മറി. CPU മെമ്മറി ചെറിയ ഒരു സ്മോൾ ഹൈ സ്പീഡ് മെമ്മറി ആണ് കേട്ടോ. CPU-നും പിന്നെ അതുപോലെ തന്നെ റാമിന്റെയും ബിറ്റ്വീനിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്മോൾ ഹൈ സ്പീഡ് മെമ്മറി ആണ് ഈ ക്യാച്ച് മെമ്മറി എന്ന് പറയുന്നത്. CPU-നും റാമിനും ഇടയിൽ കാണപ്പെടുന്നതാണത്. രണ്ട് കാര്യം നോക്കിയാൽ മതി. അത് മെമ്മറിയിൽ നമ്മൾ വന്നത് ഏതൊക്കെയാന്ന് നോക്കി വെക്കുക കേട്ടോ. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, മെമ്മറിയിൽ വരുന്ന ഏതൊക്കെയാണ്? റാമും ഉണ്ട്, ക്യാച്ച് മെമ്മറി ഉണ്ട്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്താൽ മതി. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് ഏത്? മെമ്മറി എന്ന് പറയുന്നത്. ദിസ് മെമ്മറി ഇൻക്ലൂഡ്സ്, മെമ്മറിയിൽ വരുന്ന ഏതാ? റാം ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, ക്യാച്ച് മെമ്മറി ഉണ്ട്. അത് രണ്ടും മെമ്മറിയിൽ വരുന്ന. ഇനി അടുത്തതാണ് സ്റ്റോറേജ് എന്ന് പറയാം കേട്ടോ. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ
പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് സ്റ്റോറേജ്. മെമ്മറി എന്താ? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഡിഫറൻസ് മനസ്സിലാക്കാം. മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. താൽക്കാലികമായിട്ട് ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതാണ് മെമ്മറിയിൽ. അതിൽ വരുന്നതാണ്, അത് മെമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റാമും ക്യാച്ച് മെമ്മറിയും. ഇനി അടുത്ത നോക്കിയ സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറേജ് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ്. സ്ഥിരമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യും. ഏതൊക്കെയാ? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. രണ്ടെണ്ണാണ് കേട്ടോ ഈ സ്റ്റോറേജിൽ വരുന്നത്. ഈ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിളുകൾ നോക്കി വെക്കുക കേട്ടോ. ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. ഹാർഡ് ഡിസ്കുകൾ അതെന്താ? പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസാണ്. പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യും. എവിടെ? ഹാർഡ് ഡിസ്കില് സ്ഥിരമായിട്ട്. പിന്നെയാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഡേറ്റ നമ്മൾ സ്ഥിരമായിട്ട് സംഭരിക്കുന്നതിന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു ഒരു തരം സോളിഡ് സ്റ്റോറേജ് ഉപകരണമാണ് ഈ നമ്മുടെ ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഡേറ്റ സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ്. രണ്ടെണ്ണം, ഹാർഡ് ഡിസ്ക് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഉണ്ട്. അവിടെ ചോദിക്കാം നമുക്കപ്പോ സ്റ്റോറേജിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ മെമ്മറിയിൽ വരുന്ന ഏത്, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾ ഏത്, ടെമ്പററി സ്റ്റോറേജ് ഏതൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? കണ്ടോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാവണല്ലേ? കുഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഒബ്ജക്റ്റീവ് ആദ്യത്തെ സെക്ഷനിൽ നിന്നൊക്കെ ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിള് which of the following is included in permanent storage device? ഈ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ഇൻക്ലൂഡ്സ് ഡാഷ്. ഏതൊക്കെയാണ്? രണ്ട് പേര് നോട്ട് ചെയ്തേ. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഉണ്ട്. SSD എന്ന് പറയും. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. നമ്മൾ കമ്പ്യൂട്ടർ പവർ ഓഫ് ചെയ്താലും എന്താണ്? അത് സ്റ്റോർ ചെയ്യും. എന്താണ്? പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മള് ഇത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും പവർ ഓഫ് ചെയ്താലും അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി അടുത്തതാണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഡിവൈസുകള്. അകത്തേക്ക്, കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ തിരിച്ച് തരുന്ന ഡിവൈസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ദീസ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ. ഏത്? ലൈക്ക് കീബോർഡ്, മൈസ്. മൗസിന്റെ ഇതാട്ടോ മൈസ് എന്ന് കൊടുത്തേക്കണേ. മൗസ്, ഈ മൈസ് എന്നായാലും കുഴപ്പമില്ല. ദെൻ മോണിറ്റർ, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. ഇതെല്ലാമാണ് ഏത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്നത്. കമ്പ്യൂട്ടറിനോട് ഇന്ററാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അതിനകത്ത് ഏതൊക്കെയാണ്? അത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ് അതിനകത്ത് ഇൻപുട്ട് ഡിവൈസസിൽ വരുന്ന? ഏതാ ഇൻപുട്ട്? ഏതൊക്കെയാണ്? കീബോർഡ് വരുന്നുണ്ട്, മൗസ് അല്ലെങ്കിൽ മൈസ്. കീബോർഡ്, മൗസ്, അത് രണ്ടും അല്ലേ വരുന്നുള്ളൂ അല്ലേ? ഇനി ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. ഇനി അടുത്ത് നോക്കിയേ. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് OS എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, കൺട്രോൾസ് ഹാർഡ്വെയർ ഡിവൈസസ് and provide a user interface for interacting with the computer. ഇത് നോക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് OS എന്ന് പറയും. OS എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ റിസോഴ്സസ്. കമ്പ്യൂട്ടറിന്റെ റിസോഴ്സുകളെ കൺട്രോൾ ചെയ്യാൻ, കൺട്രോൾ ഹാർഡ്വെയർ ഡിവൈസുകൾ, ഈ ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ, ആൻഡ് പ്രൊവൈഡ് എ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിങ്. യൂസറിന് കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ 7 കമ്പോണൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ ആണോ? ഇനി അതിനകത്തെ 6ാമത്തേൽ നിങ്ങൾ അതൊന്ന് അവിടെ ടിക്ക് ഇട്ട് വെച്ചോട്ടോ. ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്? അങ്ങനെ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത് ഏതാ, ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നത് ഏതെന്നാണ്. ഏതൊക്കെയായിരുന്നു ഇൻപുട്ട്? ഏതാ? കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് കീബോർഡ് ഉണ്ട്, മൈസ് ഉണ്ട്, പിന്നെ സ്കാനർ കൂടി ഉണ്ട് കേട്ടോ. അതിനകത്ത് സ്കാനർ സ്കാൻ ചെയ്യൂലേ നമ്മള്, എന്തെങ്കിലും നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുന്നത്, അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ? സ്കാനറുകള് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അപ്പൊ 3 എണ്ണമാണ് അവിടെ ഇൻപുട്ട് ഡിവൈസുകൾ വരുന്നത്. അത് 3ഉം ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ. ഇൻപുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചോ. കീബോർഡ്, മൈസ്, സ്കാനർ. ദെൻ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ, പ്രിന്റർ. ക്ലിയർ അല്ലേ? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻപുട്ട് ഡിവൈസിൽ വരുന്ന ഏത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്ന ഏത്? സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്, കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇനി നമുക്ക് അതിനകത്ത് ഓരോ എന്താ പറയാ ഇതാണ് പ്രോഗ്രാംസുകളാണ് നമ്മൾ പറയുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്. അത് 3 എണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ്, നമ്മള് MS വേർഡ്, MS ഓഫീസ് അല്ലെ, അതിനകത്തൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇതാണ് വേർഡ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലാ ചെയ്യുന്നത്? നമുക്ക് വേർഡില്. ഇപ്പൊ നമുക്കൊരു ലെറ്റർ തയ്യാറാക്കണം, ഒരു റിപ്പോർട്ട് എഴുതണം, റെസ്യൂം തയ്യാറാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോഡാറ്റ തയ്യാറാക്കണം. ഇതൊക്കെ നമുക്ക് ഏതി ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. അത് ഇവിടെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ഷീറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതാണ് നമ്മള് വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് അവിടെ ഓൾ പ്രോഗ്രാംസ്, അവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസില് MS വേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ സ്റ്റാർട്ട് ബട്ടണിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് അവിടെ. അതായത് ഓൾ പ്രോഗ്രാംസ് എന്നാണ്. അത് എല്ലാ പ്രോഗ്രാംസും കാണിക്കും. അതില് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസില് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് അങ്ങനെ എടുക്കട്ടെ. അതിൽ നിന്ന് നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്യണം. കണ്ടോ? അതാണ് ആ ടാബ്. നിങ്ങൾ കണ്ടോ? അതാണ് MS വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വിൻഡോയാണ്. MS വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാട്ടോ. അതായത് ഏറ്റവും ടോപ്പിൽ കാണണ്ടേ, ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്നത് ആ ഡോക്യുമെന്റ് എന്നൊക്കെ എഴുതിയേക്കണില്ലേ, അതാണ് ടൈറ്റിൽ ബാർ. അത് ഏതാ നമ്മൾ എടുക്കുന്നത്? അതാ നെയിം ഓഫ് ദ ഫയൽ, നമ്മുടെ ഫയലിന്റെ പേര് കാണിക്കുന്നത്. അതാണ് ടൈറ്റിൽ ബാർ. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അറിയാനും കൂടി വേണ്ടിയാണ് പറയുന്നത്. ഇതിപ്പോ ഇതിന്നിപ്പോ അങ്ങനെ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാല്ല. എങ്കിൽ ആ വിൻഡോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ആണ്. അതിൽ ഏറ്റവും മുകളിലെ ഡോക്യുമെന്റ് എന്ന് കണ്ടോ?
ഡോക്യുമെന്റ് കണ്ടില്ലേ, അതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുക. അതിന് TITLE, ടൈറ്റിൽ ബാർ. ഇനി രണ്ടാമത്തെ കണ്ടോ, ഫയൽ ഹോം ഇൻസേർട്ട് പേജ് ലേഔട്ട് റെഫറൻസ് കണ്ടോ, അത് ആക്റ്റീവ് ടാബ് എന്ന് കണ്ടില്ലേ അവിടെ. അതായത് അതാണ് മെയിൻ മെനു അല്ലെങ്കിൽ മെനു ബാർ എന്ന് പറയുക. അതിന് അതാണ് മെനു ബാർ. മെനൂസ് അവിടെ ഉള്ള കണ്ടോ, ഫയലാണോ, ഹോം ആണോ, ഇൻസേർട്ട് ആണോ, പേജ് ആണോ, ഏത് മെനു ആണ്, അതാണ് മെനു ബാർ അല്ലെങ്കിൽ മെയിൻ മെനു എന്ന് പറയും, മെനു ബാർ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ താഴെ കണ്ടോ കുറച്ച് കാര്യങ്ങൾ കണ്ടോ, പ്രിന്റ് ഔട്ട് 3 സെക്ഷനാക്കിയാ കൊടുത്തേക്കണത്. അതിനകത്ത് താഴെ കണ്ടോ, അതാണ് റിബൺസ് എന്ന് പറയുന്നത്. റിബൺ ആണത്, അതായത് മൾട്ടിപ്പിൾ ടാബുകളാണ് അത്. പല ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അതിൽ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ പല ഇത് വരും കണ്ടോ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് അത്. അതിനാണ് റിബൺ എന്ന് പറയുന്നത്, RIBBON. അപ്പൊ അങ്ങനെ 3 എണ്ണാണ്. ഏറ്റവും മുകളിലാണ് ടൈറ്റിൽ ബാർ, പിന്നെ അടുത്തതാണ് മെനു ബാർ, പിന്നെ അടുത്താണ് മൾട്ടിപ്പിൾ ബാർസ്, അതായത് റിബൺസ് എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ബാർസ്. പിന്നെ കണ്ടോ, നമുക്ക് പിന്നെ ഉള്ളത് ഒരു വലിയൊരു ഏരിയ ആണ്, അതാണ് ഡോക്യുമെന്റ് ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ലെറ്റർ ഒക്കെ ടൈപ്പ് ചെയ്യുന്നത്, റെസ്യൂംസ്, ബയോഡാറ്റ, ഇതൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ലെറ്റർ ഒക്കെ എഴുതണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എഴുതാം അല്ലേ, വിൻഡോ MS വേർഡ് എടുത്ത് എഴുതാം. അതാണ് ഡോക്യുമെന്റ്സുകൾ ചെയ്യുന്ന ഏരിയ. പിന്നെ കണ്ടോ, ആ വെളുത്ത ഡോക്യുമെന്റ് ഏരിയയിൽ ഒരു വര പോലെ കണ്ടില്ലേ, അതാണ് കേഴ്സർ. നമ്മൾ മൗസ് ഇങ്ങനെ നീക്കൂലേ, അപ്പൊ ആ കേഴ്സർ ഇങ്ങനെ നീക്കും. ഉണ്ടോ, നമ്മൾ ആ കേഴ്സർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ മുതലാണ് നമ്മൾ ടൈപ്പ് ചെയ്തത് പറഞ്ഞത്. നമുക്ക് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ കേഴ്സർ, അതായത് കമ്പ്യൂട്ടറിന്റെ മൗസ് എടുത്തുകൊണ്ടത് നമുക്ക് അവിടെ ഇങ്ങനെ ആ കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റും. അതിനാണ് കേഴ്സർ, CURSOR എന്ന് പറയുന്നത്, കേഴ്സർ. പിന്നെ കണ്ടോ, ആ കേഴ്സറിന്റെ സൈഡിൽ കണ്ട റൂളേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ അവിടെ, റൂളേഴ്സ് അതായത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ആണ്. സ്ക്രോൾ ചെയ്യാൻ നമുക്കത് സ്ക്രോൾ ചെയ്ത് നീക്കാം, സ്ക്രീനെ സ്ക്രോൾ ചെയ്ത് നീക്കാം. അതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്, ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ആണ് ആ സൈഡിൽ കാണുന്നത്. ഇനി ആ മോളില് റൂളർ എന്നുള്ളത് കണ്ടില്ലേ, അതാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാട്ടോ സ്ക്രീൻ ഏതൊക്കെയാന്നുള്ളത്. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, സ്ക്രോൾ ചെയ്യാനുള്ളത്. പിന്നെ ഏറ്റവും താഴെ കാണപ്പെടുന്ന ആ ബാർ കണ്ടോ, അതാണ് സ്റ്റാറ്റസ് ബാർ, STATUS, സ്റ്റാറ്റസ് ബാർ. പിന്നെ അവിടെ വ്യൂ ബട്ടൺ ഉണ്ട്, വ്യൂ കാണിക്കാൻ. പിന്നെ സൂം സ്ലൈഡർ ഉണ്ട്, സൂം കൺട്രോൾ, സൂം ഔട്ട്, സൂം ഇൻ, സൂം ചെയ്യാനായിട്ട് സൂം സ്ലൈഡർ ഉണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ടാബ്. അപ്പൊ നമ്മൾ MS വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീൻ ആണിത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, ഇനി MS വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്. MS വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എക്സാമിനും നമുക്ക് മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സെന്റൻസ് തന്നെ, ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. is widely used for word processing software. ആര് ഡെവലപ്പ് ചെയ്തതാ? ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. Dash is widely used for word processing software developed by Microsoft. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് ഏത്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സേവ് ഡോക്യുമെന്റ്സ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഇത് എന്ത് ചെയ്യുന്നു? ഇറ്റ് പെർമിറ്റ്സ്, ഇത് അനുവദിക്കുന്നു. എന്ത്? യൂസറിന് എന്താ? ക്രിയേറ്റ് ചെയ്യാൻ, പല ഡോക്യുമെന്റ്സും ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ, എഡിറ്റ് ചെയ്യാൻ. അടുത്ത ഫോർമാറ്റ് ചെയ്യാനായിട്ട്, വിഷ്വൽസ്, ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ, അതാണ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് അവിടെ.
ആഡ് ചെയ്യാനായിട്ട് വിഷ്വൽസുകൾ ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എഴുതുന്ന ഇതിലേക്കൊക്കെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സേവ് ഡോക്യുമെന്റ് ഫോർ ഡിഫറെന്റ് പർപ്പസസ് ഉണ്ടോ, സേവ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പകുതി നമ്മൾ ചെയ്തോളൂ, നാളെ നമുക്ക് ബാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്ക്രീൻ എന്ത് ചെയ്യുക, നേരെ നമ്മളത് സേവ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ പേരോ എന്തെങ്കിലും കൊടുത്തിട്ട് ആ ഡോക്യുമെന്റിന് ഒരു പേര് കൊടുക്കുകയാണ്. ആ സോഫ്റ്റ്വെയർ അതിന് പേര് കൊടുത്തിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കാം. പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അത് വേർഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, സേവ് ദ ഡോക്യുമെന്റ്സ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഏതൊക്കെയാ, ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട്സ്, റിപ്പോർട്ടുകൾ എഴുതാൻ, ലെറ്റേഴ്സ് എഴുതാൻ, റെസ്യൂം തയ്യാറാക്കാൻ, ആൻഡ് മോർ, അതുപോലുള്ള പല പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം യൂസറിനെ അനുവദിക്കുന്നു. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. To permit users to create, edit, format and save documents for different purposes. ഇനി ഡിഫറെന്റ് പർപ്പസ് ഏതൊക്കെയാ, റിപ്പോർട്ട് എഴുതണമെങ്കിലോ, ലെറ്റർ എഴുതണമെങ്കിലോ, റെസ്യൂമുകൾ തയ്യാറാക്കണമെങ്കിലോ, അങ്ങനെയൊക്കെ ചെയ്യാനും അത് ഡോക്യുമെന്റ് പുതിയത് എഴുതാനും, എഡിറ്റ് ചെയ്യാനും, ഫോർമാറ്റ് ചെയ്യാനും, സേവ് ചെയ്യാനും ഒക്കെ ഉള്ള ഇത് EMS വേണ്ട അനുവദിക്കുന്നു. Here are some important features and functionalities of Microsoft Word. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്? മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന യൂസർ ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ചാൽ എന്താ, യൂസറിന് ഫ്രണ്ട്ലി ആണ് അല്ലെ. അതായത് ആർക്കും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. കണ്ടോ, Microsoft Word offers a user-friendly and intuitive എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവബോധജന്യമായ, എല്ലാവർക്കും എന്താ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും, ഇൻറ്റുറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവബോധം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാവുന്ന രീതിയിലും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. മേക്ക് ഇറ്റ് റീച്ചബിൾ ടു ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സ്. കണ്ടോ, നമുക്ക് എല്ലാവർക്കും, ബിഗിനേഴ്സ് ആദ്യമായിട്ട് നമ്മൾ അതിന് എന്താ പറയാ, നമ്മള് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒരുപോലെ തന്നെ റീച്ചബിൾ ആണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. The tools and the ribbon provide quick entry to different formatting and editing options. കണ്ടോ, ടൂൾ ബാറുകള്, നമ്മൾ ഓരോ ടൂളുകളുള്ള ബാർ കണ്ടില്ലേ, ടൂൾ ബാറുകള്, പിന്നെ അതുപോലെ റിബണുകള് കണ്ടോ, റിബൺസ്, ടൂൾ ബാർ ആൻഡ് റിബൺസ്. അതെല്ലാം നമുക്ക് എന്താണ്, പെട്ടെന്ന് തന്നെ ഡിഫറെന്റ് ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നു. ഇപ്പൊ നമുക്ക് കണ്ടോ, റിബൺ എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ, അതിനകത്ത് കണ്ടോ, നമുക്ക് പ്രിന്റ് എടുക്കണോ, പെട്ടെന്ന് നമുക്ക് ആ പ്രിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, റൂളർ എടുക്കണോ, പിന്നെ അത് സൂം ചെയ്യണോ, പുതിയ വിൻഡോ എടുക്കണോ, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണോ, കണ്ടോ, അങ്ങനെ എന്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിൽ കൂടെ എന്താണ് പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റും. കണ്ടോ, അതാണ് ഇൻസേർട്ട് എടുക്കണോ, പേജ് ലേഔട്ട്, മെയിൽ ചെയ്യണോ, റിവ്യൂ, കണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആ ടൂൾസുകള്, അതുപോലെ തന്നെ ഓരോ ടൂൾ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ആ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ബിഗിനേഴ്സിനും ഒക്കെ ഒരുപോലെ തന്നെ ഇത് പ്രയോജനപ്രദമാണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്, യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഇൻറ്റുയിറ്റീവ് ഇന്റർഫേസ്. പിന്നെ അടുത്ത രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ, ദ ടൂൾ ബാർ ആൻഡ് റിബൺ പ്രൊവൈഡ് ക്വിക്ക് എൻട്രി ടു ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻ. ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ഓപ്ഷൻസിലേക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു, ടൂൾ ബാറുകളും റിബണും പ്രൊവൈഡ് ചെയ്യുന്നു. ടൂൾ ബാർ ആൻഡ് റിബൺ പ്രൊവൈഡ് ക്വിക്ക് എൻട്രി ടു ഡിഫറെന്റ് ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ഓപ്ഷൻ.
അടുത്ത നോക്കിയേ, രണ്ടാമത്തെ എന്താ? ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ എഡിറ്റ് ചെയ്യുക. എഡിറ്റിംഗ്. Users can create new documents from scratch or choose from range of templates provided by the Word. അതായത് നമുക്ക് പുതിയ ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാനായിട്ട് അതിലെന്താണ് ഒരു ടെംപ്ലേറ്റ് വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു മാതൃകയുണ്ട്. ഇപ്പൊ നമുക്കൊരു റെസ്യൂം തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു ബയോഡാറ്റ തയ്യാറാക്കണം, അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അവിടെ. അതായത് ഒരു മോഡൽ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എടുക്കുവാണെങ്കിൽ അല്ലെ, അതിന്റെ ഒരു മോഡൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം നെയിം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് മാത്രം അവിടെ അടിച്ചു കൊടുത്താൽ മതി അല്ലെ. അഡ്രസ് അല്ലെ, ഏജ്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്. പല ഇതുണ്ട് കേട്ടോ, പല രീതിയില്. ഇപ്പൊ നമ്മളൊരു ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ പുതിയതെടുത്ത് അടിച്ചെടുക്കണമെന്നില്ല. അവിടെ എന്തുണ്ട്? ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡലാണ് അല്ലെ. ബയോഡാറ്റയുടെ ഒക്കെ ഒരു മോഡലുകള്, ഒരു മോഡലല്ല, പല പല മോഡലുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്യുക. നമുക്ക് ഏത് മോഡലാണ് നമുക്ക് അവിടെ ഇഷ്ടമായത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതില് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുക്കുക. കേട്ടോ, അതില് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കണ്ടോ? യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ് ഫ്രം സ്ക്രാച്ച് ഓർ ചൂസ് ഫ്രം. ഒന്നില്ലെങ്കിൽ നമുക്ക് പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു മോഡൽ, അതായത് ടെംപ്ലേറ്റ് ഉണ്ട്. വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് നേരെ നമുക്ക് ഏതാണ് ഇഷ്ടമായത് അത് നേരെ നമ്മൾ എടുത്തുകൊണ്ടുവരിക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. ഇറ്റ് ഓഫേഴ്സ് എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾസ് ഫോർ ടെക്സ്റ്റുകള്. അവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതാനുള്ളത്, പാരഗ്രാഫുകളില്, പിന്നെ പേജസ്, പെർമിറ്റിംഗ് യൂസേഴ്സ് ടു കസ്റ്റമൈസ് ദ അപ്പിയറൻസ് ഓഫ് ദ ഡോക്യുമെന്റ്സ്. ആ ഡോക്യുമെന്റ്സിന്റെ, നമ്മൾ എടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ അപ്പിയറൻസ്, കാര്യങ്ങള്, ഇതൊക്കെ അത് അനുവദിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ നമുക്ക് പുതിയ ഫ്രഷ് ആയിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് അതില് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു മോഡൽ അല്ലേ, മോഡല്, അത് എടുത്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് ഈ PDF ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വേർഡിലേക്ക് കൊണ്ടുവന്നിടാം. അവിടെ നമുക്ക് ആ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ടെക്സ്റ്റിനോ അല്ലെങ്കിൽ പാരഗ്രാഫ് കൊടുക്കണേനോ ഒക്കെ അതിന്റെ ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ടെന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയുള്ള ഫോർമാറ്റിംഗ് ടൂളുകള് ഈ വേർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അവ നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ ഒരു ഇതാണ്, ഫീച്ചർ ഏതാണ്? ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ടെംപ്ലേറ്റ് യൂസർ ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്. പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ടെംപ്ലേറ്റ്, ആ വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത് നോക്കിയേ, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. കൊളാബറേറ്റ് ചെയ്യുക, എന്താണ്? പരസ്പരം യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ളത്. പലത് കൂട്ടി യോജിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ ഫീച്ചേഴ്സ്, then making multiple users able to work on a document at the same time. എന്താണ്? പല യൂസർമാർക്ക് ഒരു ഡോക്യുമെന്റ് ഒരേ സമയം തന്നെ നമുക്ക് അതിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ സഹകരണ സവിശേഷതകളുണ്ട്. ഒന്നിലധികം യൂസേഴ്സ്, ഞാൻ ഉപയോഗിക്കുന്നു അതുപോലെ വേറെ ആൾ ഉപയോഗിക്കുന്നു ആണ്. ഒന്നിലധികം യൂസേഴ്സിനെ ഒരേ സമയം ഡോക്യുമെന്റിൽ പ്രവർത്തിക്കാനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് സാധിക്കും. മൈക്രോസോഫ്റ്റ് വേർഡിൽ കൂടെ സാധിക്കും. ഉണ്ടോ?
making multiple users able to work on a document at the same time. ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം യൂസേഴ്സിനെ എന്ത് ചെയ്യാൻ ഡോക്യുമെന്റുകളിൽ വർക്ക് ചെയ്യാനും സാധിക്കുന്നു. യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ്. യൂസേഴ്സിന് എന്താ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ട്രാക്ക് ചെയ്യാം, ലീവ് കമന്റ്സുകൾ കൊടുക്കാം, ആൻഡ് മെർജ് എഡിറ്റ് മെർജ് ചെയ്യാം, ആൻഡ് ബൈ ഡിഫറെന്റ് കോൺട്രിബ്യൂഷൻസ് നമ്മുടേതായ സംഭാവനകൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഡോക്യുമെന്റ്സ് ക്യാൻ ഓൾസോ ബി സിംപ്ലി ഷെയർഡ് ബൈ ഇമെയിൽ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റ് ഇല്ലേ അത് നമുക്ക് അതാണ് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എഴുതിയ ലെറ്റർ എനിക്ക് മെയിൽ വഴി വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ? അതാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാട്ടോ. അതായത് നമുക്ക് ഈ കമ്പ്യൂട്ടർ ഇതുപോലെ ഷട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്റ്റോർ ചെയ്യുന്നതാണ് ഇത് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്കത് ശരിക്കും നമുക്ക് നമ്മുടെ ഫോണിലല്ല അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലല്ല സ്റ്റോർ ചെയ്യുന്ന സെർവറുകളിലാണ് ഒരു പ്രത്യേകത അതിനകത്ത് പറയുന്നത്. നമ്മളുടെ ആ ഇതില്ലേ ഫയലുകള് ഷെയർ ചെയ്തിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സേവ് ചെയ്യുന്ന ഫയലുകള് എവിടെയാ? സെർവറുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ക്ലൗഡിൽ എന്ന് പറയുന്നത്. സെർവർ എന്നാണ് SERVER, സെർവർ അല്ലെങ്കിൽ ക്ലൗഡിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അത് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലൊക്കെ നമുക്കത് വീണ്ടും റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇതൊക്കെ ഫയലുകളൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കേട്ടോ. ഫയലുകൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. ലിങ്കുകളിൽ നമുക്ക് സൃഷ്ടിക്കാം. അപ്പൊ ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി. അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Microsoft Word support collaboration features, making multiple users able to work on a computer on the same time. പിന്നെ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. Documents can also be simply shared by എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം? ഇമെയിൽ വഴി, അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ്, അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. ലിങ്കുകൾ വഴി ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്താണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. Rich formatting option. Word provides a lot of formatting option for the text, which include font style. ഇപ്പൊ ഞാൻ എഴുതുന്ന ഫോണ്ട് സ്റ്റൈൽ ഏത് സ്റ്റൈലിൽ എഴുതണം അത് ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ പല പല ഫോണ്ട് സ്റ്റൈലുകൾ ഉണ്ട്. ഇറ്റാലിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല രീതി ഉണ്ട്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ലെറ്റർ ഇല്ലേ, ഇപ്പൊ എന്റെ പേര് രമ്യ എന്ന് ഞാൻ എഴുതാണ് REMYA. ആ ലെറ്റർ തന്നെ പല ഫോണ്ടിൽ കൊടുക്കാം, പല രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അത് നമുക്ക് ആ സ്റ്റൈലിൽ വരും. നമ്മൾ പല പല രീതിയിലൊക്കെ എഴുതിയേക്കണ കണ്ടില്ലേ, അതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ്. നമുക്ക് അല്ലാതെ നമ്മൾ സാധാ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ആ കീബോർഡിൽ REMYA എന്ന് കൊടുത്തിട്ട് നമ്മൾ ആ ഫോണ്ട് സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാം. പിന്നെ അതിന്റെ സൈസ്, വലിപ്പം, എത്രത്തോളം വലിപ്പം വേണം, 32 ഒറ്റ ഉണ്ട് നമുക്ക്. അത്രയും ഏറ്റവും വലുത് അത്രയാണ് ലെറ്ററിന്റെ സൈസ്. പിന്നെ അതിന്റെ കളർ, ഏത് കളറിൽ ലെറ്റർ നമുക്ക് കൊടുക്കണം, ആൻഡ് എഫക്റ്റ്, അതിന്റെ ഇത് ഏത് രീതിയിൽ അത് പ്രതിഫലിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇതൊക്കെ നമുക്ക് ഫോർമാറ്റിംഗ് ഓപ്ഷനിൽ കിട്ടുന്നതാണ്. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ച്. ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫോർ ദ ടെക്സ്റ്റ് ഏതൊക്കെയാ? ഫോണ്ട് സ്റ്റൈല്, സൈസ്, കളർ ആൻഡ് എഫക്ട്സ്. അതെങ്ങനെ നമ്മൾ 3D ഇതിൽ വേണോ, അല്ലെങ്കിൽ നമുക്ക് അത് അതിന്റെ അത് ഏത് രീതിയിൽ നമ്മളത് പ്രതിഫലിപ്പിക്കണം. അതാണ് പല കളറ് കൊടുക്കണം. ഇപ്പൊ ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലോ 3D പോലെയോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാം.
Users can apply formatting paragraph, adjusting പിന്നെ പാരഗ്രാഫ് നമുക്ക് അപ്പൊ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റ് ദ ലൈൻ സ്പേസിങ്, ലൈനിന്റെ വലിപ്പമില്ലേ, സ്പേസ് ഇല്ലേ, നമ്മളെ ഇപ്പൊ ഒരു ലൈൻ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് അല്ലേ, ഇനി നമുക്ക് കുറച്ചും കൂടി സ്പേസ് അടുത്ത ലൈൻ എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം, അലൈൻ ടെക്സ്റ്റ് അലൈൻമെന്റുകൾ കൊടുക്കാം, ആൻഡ് ആഡ് ബുള്ളറ്റ് പോയിന്റ് ഓഫ് നമ്പറിങ്. ഇനി മൊത്തം അത് സെലക്ട് ചെയ്തിട്ട് ബുള്ളറ്റ് ലിസ്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ പോയിന്റിന് ഒന്നില്ലെങ്കിൽ 1 2 3 നമ്പർ അല്ലെങ്കിൽ പല പല ബുള്ളറ്റ് ലിസ്റ്റ് അല്ലേ, അതൊക്കെ നമ്മൾ ആ പാരഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവസാനം ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ഓരോന്നും എഴുതുമ്പോ നമുക്ക് അങ്ങനെ വേണ്ട, നമ്മൾ സാധാ രീതിയിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മൊത്തം അത് സെലക്ട് ചെയ്തിട്ട് സൈസ് മാറ്റി കൊടുക്കണോ, കളർ മാറ്റി കൊടുക്കണോ, ഫോണ്ട് മാറ്റി കൊടുക്കണോ, ലൈൻ സ്പേസ് കൊടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അലൈൻമെന്റുകൾ വരുത്തണോ, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ് ഇടണോ, നമ്പർ ഇടണോ, ഇതൊക്കെ അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാം. It also offers modern features such as headers and footers. ഹെഡറും ഫൂട്ടറും നമുക്ക് മോളിൽ കൊടുക്കുന്നതാണ് ഹെഡർ, താഴെയുള്ളതാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പേജിന് ഹെഡർ ഫൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ ചെയ്യണതിനനുസരിച്ച് നമ്പർ തന്നെ വരും. കണ്ടോ, നമ്മള് ഇതിനകത്ത് പേജ് നമ്പറുകളൊക്കെ കൊടുക്കൂലേ, അത് ഓരോ പേജ് എഴുതുമ്പോ നമുക്ക് എന്താ 1 2 3 നമ്പർ കൊടുക്കണ്ട. നമ്മൾ ഹെഡർ ഫൂട്ടർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ പേജ് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോഴെന്താ ഓൾറെഡി 2 നമ്പർ അവിടെ വരും. അങ്ങനെയുള്ളത് ചെയ്യാം. ടേബിളുകൾ കൊടുക്കണമെങ്കിൽ ടേബിൾ ആക്കാം. ആൻഡ് സ്റ്റൈൽ ഓഫ് കൺസിസ്റ്റന്റ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ്, ഇതെല്ലാം നമുക്ക് ഫോർമാറ്റിംഗ് ഓപ്ഷൻസിൽ പ്രൊവൈഡ് ചെയ്യും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Word provides a lot of formatting option for the text, which include font style, size, color, effect. പിന്നെ യൂസേഴ്സിന് എന്താ അപ്ലൈ ഫോർമാറ്റിംഗ് ടു പാരഗ്രാഫുകൾ ഇതാക്കാം, ലൈൻ സ്പേസ് കൊടുക്കാം, അലൈൻമെന്റ് കൊടുക്കാം, ബുള്ളറ്റ് സ്റ്റൈലോ നമ്പറിംഗ് ഒക്കെ അതിനകത്ത് കൊടുക്കാം. പിന്നെ ഹെഡർ ഫൂട്ടർ ടേബിൾ സ്റ്റൈല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ എഴുതുന്ന ഡോക്യുമെന്റ്സിന് കൊടുക്കാം. ഓക്കെ, അത് ഇനി സിസ്റ്റം ഉള്ളവരൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ജസ്റ്റ് MS Word ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് എല്ലാ ഇങ്ങനെയുള്ള ഓപ്ഷൻസും ആ ടൂളിൽ നിന്ന് നമുക്ക് കിട്ടും. ഫോണ്ട് സ്റ്റൈല്, സൈസ്, കളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ ലൈൻ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ടേബിൾ ഉണ്ട്, അപ്പൊ 2 ടേബിളിലേക്കൊക്കെ ആക്കി മാറ്റാം. അടുത്തതാണ് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. ഇന്ന് നമ്മൾ എഴുതുമ്പോഴേ ഏത് തെറ്റ് വന്നാലും കമ്പ്യൂട്ടർ തന്നെ അത് കാണിച്ചു തരും. സ്പെല്ലിങ് നമുക്ക് തെറ്റാണോ എന്നുള്ളത്. അതായത് സ്പെല്ലിങ് ചെക്കിന് റെഡ് കളറും അതുപോലെ ഗ്രാമർ കറക്ഷൻ ആണെങ്കിൽ ബ്ലൂ കളറും കാണിക്കും. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. 4 ഒന്ന് നോക്കി വെക്കാം, 4 വരെ കേട്ടോ. സ്പെല്ലിങ് ചെക്ക് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അത് റെഡിലാ കാണിക്കുന്നത്. നമ്മൾ എഴുതുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ബ്ലൂവിനും ആണ് കാണിക്കുന്നത് കേട്ടോ. നാളെ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്, ബാക്കിയിട്ട് നാളെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഒരു ഇച്ചിരി ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത്തിരി ഇതുള്ളത്. ഇനിയൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. അതൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ വായിച്ചു പോകേണ്ട കാര്യം, വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ.